നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര കൊല്ലമായി? ചുരുങ്ങിയതൊരു 4-5 കൊല്ലമെങ്കിലും ആയില്ലേ? ഞാൻ എന്താ ഇപ്പം കല്യാണം കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. സോ കോൾ മീ ബ്രോ. എന്തോന്ന്? യെസ് മാൻ, ഐ എം ഗെറ്റിംഗ് മാരീഡ്. നാളെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് നമ്മുടെ ഗ്രാൻഡ് ഡേയ്സിൽ. നീ അഞ്ജുനെയും കൂട്ടി വാ. എന്റെ അങ്കിളെ. അല്ല ചേട്ടാ, പെണ്ണാര്? അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാടാ. നീ വാ. ഓക്കെ. I'm sexy and I know it. I'm sexy and I know it. താടി കുറച്ചും കൂടി വളരണം. ആ, എങ്ങനെയുണ്ട്? അയാളെ വിളിച്ചു കരുതി അങ്ങനെ അങ്ങ് ചാടിക്കറി പോണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അപ്പൊ പോണ്ടേ? അയ്യോ, അങ്ങനെയെങ്കിലേ സ്ത്രീക്കൊപ്പം ഒന്ന് പുറത്തു പോവാലോ. ഒന്നും പറയാൻ പറ്റില്ല. അതെ, ആന്റി തൽക്കാലം ഒന്നും അറിയണ്ടോ. ആ തള്ളവലെ കണകുണ വർത്താനം പറഞ്ഞ ഞാൻ എല്ലാം വിളിച്ചു പറയും. പ്ലീസ്. ആ ശരി, പോ വാ. എങ്ങോട്ടാ അഞ്ജു? രണ്ടുപേരും ഒന്നിച്ചാണല്ലോ. ശ്രീയുടെ ഒരു ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ്. മഴ പെയ്യുവോ? തള്ളക്ക് ഞാൻ പറട്ടോ. നടക്കങ്ങോട്ട്. ബൈ ആന്റി. ബൈ. ഹായ്, ഹൗ ആർ യു? ഓക്കെ. ഡോളി, മീറ്റ് ശ്രീ അഞ്ജു. ഹായ്. ഇരിക്കൂ. ഓ യാ, സിദ് പറയാറുണ്ട്. കൊള്ളാം, നല്ല മാച്ച്. താങ്ക് യു. അല്ലേ ശ്രീ, യു നോ ഷീസ് എ മോഡൽ, ആക്ട്രസ് ആൻഡ് വാട്ട് നോട്ട്. ഓ, ആക്ട്രസ് ആണല്ലേ? ഏത് സിനിമയിൽ അഭിനയിച്ചിരിക്കണേ? ഏയ്, സിനിമയൊക്കെ കുടുംബത്തിൽ പിറന്നവർക്ക് പറഞ്ഞിട്ടുള്ളതാണോ? ഞാൻ സീരിയലല്ല. ഓ, അത് ശരിയാ. സീരിയൽ കുടുംബത്തിൽ പിറന്നവർക്ക് പറ്റിയതാ. എങ്ങനെയാ ഡോളിയെ മീറ്റ് ചെയ്തത്? I think you was in one of my albums, right darling? Yes, she's right. ഇതാണ് ഇപ്പോഴത്തെ സ്റ്റോക്ക്. ഇഷ്ടപ്പെട്ട? ഇവളുകൾ എന്റെ സാറേ, അടിപൊളി പീസാണ്. അച്ഛൻ സായിപ്പാ. ക്രോസ് ബ്രീഡാ. ഏതായാലും എനിക്ക് ഇവളും മതി. ആരായി നേരത്തെ? ഞാൻ നോക്കിട്ട് വരാം. ആരാ? ഫോട്ടോ എടുക്കരുത്. ഞാൻ പോടി, ഇവളുടെ ചേട്ടനാ. നീ ഇവിടെ പൊക്കിക്കൊണ്ട് വന്നപ്പോഴേ ഞാൻ നിന്നെ ഫോളോ ചെയ്യുമായിരുന്നു. ഇനി നിനക്ക് രക്ഷയില്ല. എടാ പോട്ടോ. അയ്യോ, ഉപദ്രവിക്കരുത് പ്ലീസ്. ഞാൻ പണം എത്ര വേണമെങ്കിലും കൊടുത്തോളാം. പണമാ? എന്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിച്ച നീ തന്നെ അവളെ കെട്ടണം. കെട്ടാനോ? ഞാനോ? പിന്നല്ലാതെ ഇവിടെ ഇനി വേറെ ഏത് തണ്ടി കെട്ടും? അയ്യോ അയ്യോ, അത് കെട്ടാനൊന്നും പറ്റില്ല. ഞാനിപ്പോ ഒരു ഡിവോഴ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ഈ ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ 3 മാസം കഴിയാതെ കെട്ടാൻ പറ്റില്ലെന്ന് നിയമമുള്ളത്. ശരി, 3 മാസം കഴിഞ്ഞു മതി. ഇനി വാക്ക് തെറ്റിച്ച ഈ പോളിയാരാണെന്ന് നീ അറിയും. ഇല്ലില്ല, വാക്ക് മാറ്റത്തില്ല. എടി, നിന്നെ ഈ ഹോട്ടലിൽ വെച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്രയും വൃത്തികെട്ടൊരു ചേട്ടനുണ്ടാവും ഞാനും പ്രതീക്ഷിച്ചില്ല. ഇനിയെന്താ? പിന്നെ 3 മാസത്തിന്റെ കാര്യം നീ മറക്കണ്ട. ഇല്ല, മറക്കത്തില്ല. മറന്നാ വേണമെങ്കിൽ എന്റെ തല വെട്ടിക്കോ. തല വെട്ടണോ അതോ വെട്ടണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്നാലും അഞ്ജു, അങ്കിളിനെ സമ്മതിച്ച് എങ്ങനെ ഒപ്പിച്ചു വന്നു? ഏതായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇനി അങ്ങേരെ ഞാൻ ചേട്ടാന്നേ വിളിക്കും. ശ്രീ എന്തോ പറയുന്നേ? ഈ പ്രായത്തിൽ അയാള് ഇന്ദുവിനെ കുറിച്ച് ആലോചിക്കണ്ടേ? ആലോചിച്ചു കാണും. അല്ലേ തന്നെ പെണ്ണിനെ കണ്ടാൽ അറിയില്ലേ? ഒരു ഡോളി.
കീറുന്നത് പോലെ എന്തിനാ കിടന്ന് കീറുന്നേ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ചത്തിട്ടൊന്നുമില്ല. ആന്റി കഴിച്ചോ? കഴിച്ചു. ആ അഞ്ജു, ആ പ്ലംബർ വന്നിട്ടുണ്ട്, മോളിലുണ്ട്. ഓക്കെ ആന്റി. ടി വി നോക്കിക്കൊണ്ടിരി. ആ ചേച്ചി, അത് ഞാൻ റെഡി ആക്കിയിട്ടുണ്ടേ. ബാൽവിന് ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു, ആ ടാപ്പ് ഞാൻ മാറ്റിയിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് ഒരു 500 രൂപ. എടേ, നിന്റെ അടുത്ത് ഞാൻ എപ്പോ വരാൻ പറഞ്ഞത്? അണ്ണാ പണി ഉണ്ടായിരുന്നു അണ്ണാ. ഓഹോ, 500 രൂപ വേണ്ട. അണ്ണാ 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 പുറത്തു നിന്ന് വാങ്ങിയിട്ടാണ്. 300 രൂപ നിനക്ക് മതി. നിന്നോട് ഞാൻ രാവിലെ അല്ലേ വരാൻ പറഞ്ഞത്? ഇതിന്റെ ഇടയ്ക്ക് ഞാൻ 2 വട്ടം വെള്ളമില്ലാതെ പോയി. എൻ്റെ അണ്ണാ, അതിന് ഞാനാണണ്ണാ വെള്ളം ഒഴിച്ചത്. ഓ, വലിയ കാര്യമായി പോയി. ഡേയ് പോളെ. അണ്ണാ ബാക്കി. ആ മതി മതി, പോ 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 പോ. ഡേയ് എന്താണ് ഇങ്ങോട്ടൊന്ന്. കോപ്പേ, ഇനിയും നിന്നെ ഞാൻ കാണുമ്പോ മുഖത്ത് താടി ഉണ്ടാവും കേട്ടോ. അപ്പോ അല്ല പിന്നെ കഥാകാരനാവാൻ വേണ്ടി താടി വളർത്തിയപ്പം കണ്ട കൂറ പ്ലംബറും ഡ്രൈവറും എല്ലാവരും താടി. മോളെ അഞ്ജു, തണ്ടടേ, ആണുങ്ങൾ ചെയ്യേണ്ട പണി ആണുങ്ങൾ തന്നെ ചെയ്യണം കേട്ടാ. 200 200. Come on and get me. Come on and get me. Baby, come on and get me. Get me, get me. Baby, come on and eat me. Come on and kiss me. Baby, come on and get me. Come on and get me, get me, get me. Baby, I'm hotter than the sun. Baby, even hotter in your arms. Baby, oh, I can be your queen. Baby, just talk to me, baby. ഞാൻ മറ്റേ ബ്രഷ് പോയി. എന്ത് കോല ഇത്? ശ്ശോ. പോയാ. ഹലോ, ആ ശീതൽ സാറേ, എനിക്ക് വൈകുന്നേരം ഒന്ന് സാറിനെ കാണാൻ പറ്റുമോ? എന്താ സാറേ കാര്യം? ആഹാ, അതൊക്കെ നേരിട്ട് കാണുമ്പോ പറയാം സാറേ. ആ ശരി. ഇങ്ങനെ കാര്യം 3/4 മണിക്കൂറായി പോയിട്ട്. ഒരു തരത്തിൽ ഈ അസ്തമയ സൂര്യനും ഞങ്ങൾ പോലീസുകാരും ഒരുപോലെയാ അല്ലേ സാറേ? നൈറ്റ് ഡ്യൂട്ടിക്ക് എത്തുന്ന പകരക്കാരനെ കാത്തു നിൽക്കാൻ പോലും കൂട്ടാക്കാതെ ഡ്യൂട്ടി മതിയാക്കി വീട്ടിലേക്ക് പോകുന്ന പോലീസുകാരൻ. അതുപോലെ തന്നെയല്ലേ സൂര്യനും? തന്റെ പകരക്കാരനായ ചന്ദ്രനു വേണ്ടി സൂര്യനും ഒരിക്കലും കാത്തു നിൽക്കാറില്ലല്ലോ. എങ്ങനെ തുടങ്ങണം, എന്ത് പറയണം എന്നെനിക്കറിയില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാറേ. ആ, ഈ അസ്തമയ സൂര്യനെ സാക്ഷി നിർത്തി ഈ സാഗരം സാക്ഷിയാക്കി ഞാൻ സാറിനോടൊരു ആഗ്രഹം പറഞ്ഞാൽ സാറ് സാധിച്ചു തരുമോ? എന്റെ ഭാര്യക്ക് പോലും അറിയാത്തൊരു സത്യം ഞാൻ സാറിനോട് പറയാം. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അത് വായിച്ച് സാറൊരു അഭിപ്രായം പറയണം. പേടിപ്പിച്ചു കളഞ്ഞല്ലോ സാറേ.
സാറേ ഒരു കാര്യം കൂടി. വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതങ്ങ് കീറിക്കളയണം, നാറ്റിക്കരുത്. ശരി. ആ കളിക്കണ അഞ്ജു, കടുപ്പത്തിലൊരു ബ്ലാക്ക് ടീ. ആ കൂട്ടത്തിൽ അല്പം മിച്ചറും. വെറുതെ കുത്തി ഇരുന്ന് ഓർഡർ ഇട്ടാ മതിയല്ലോ. ഞാനേ വർക്ക് ചെയ്തിട്ടാ കയറി വരുന്നേ. ഇവിടെ വെറുതെ വലിച്ചോണ്ടിരിക്കല്ലേ. ചായയും കാപ്പിയും ഒക്കെ തനിച്ചങ്ങുണ്ടാക്കി കുടിച്ചാ മതി. ഏത് നേരത്തെ ഒരു എഴുത്ത് എന്നാ ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? നീ എന്നെ കൂടുതൽ ഭരിക്കാനെന്ന് പറയണ്ട, ഞാൻ നിന്റെ ഭർത്താവാ. നിങ്ങളൊരു ഭ്രാന്തന. കുറച്ച് ചായയും മിച്ചറും ചോദിച്ചിട്ടാണ് നീ കിടന്ന് ചാടുന്നേ. അതിന് ഞാൻ വേറെ കെട്ടണോടി. ശ്രീ എപ്പോഴെങ്കിലും എന്നെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് ഈ വീട് നോക്കണം, നിങ്ങളെ നോക്കണം, എന്റെ വർക്ക് നോക്കണം. എല്ലാം കൂടി എനിക്ക് മടുത്തു. എനിക്ക് മടുത്തടി. ഓ, ഒരു തുക്കട ജോലി ഉണ്ടെന്ന് കരുതി കൂടുതൽ നെഗലിക്കണ്ട. എനിക്കും ഒരു ദിവസം വരും. ഈ കഥയൊന്ന് കഴിയട്ടെ. നാണോ ഇല്ല മനുഷ്യ? എത്ര വർഷമായി നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്? നിർത്തി. ഏത് നേരവും നീ ഒറ്റ ഒരുത്തി കാരണമാണ് എനിക്ക് എഴുതാൻ പറ്റാത്ത. അതെ, നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഓരോ വരിയും കവിതയായി മാറും. മോൻ എന്താ എഴുതുന്നത്? ഞാൻ സ്കൂൾ മാഗസിന് വേണ്ടി കവിത എഴുതുവാ. ആഹാ, മോൻ വായിച്ച് പപ്പ കേക്കട്ടെ. ഓ, തീർന്നിട്ടില്ല പപ്പ. സാരമില്ല, എഴുതിയത് വായിക്ക്. എഴുതാനും സമ്മതിക്കില്ല. കത്തിജ്വലിക്കുന്ന സ്നേഹമാണമ്മ, വെട്ടിത്തിളങ്ങുന്ന ശോഭയാണമ്മ, നന്മയുടെ ശാന്തിയുടെ ബിംബമാണമ്മ. ആ അമ്മയുടെ പേരോ CV ക്ലാരമ്മ. എന്താ അശ്ലീലമാണ് എഴുതി വെച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവളെ കുറിച്ച് ഓർത്താൽ ONVക്ക് പോലും കവിത വരില്ല. നിങ്ങൾ വന്നേ. എന്തിനാ പപ്പ? രാജീവ് ഗാന്ധി അസാസിനേഷൻ. അതിന്റെ തൊട്ടടുത്ത ദിവസം ഇറങ്ങിയ തത്തമ്മ. കണ്ണ് തുറന്നു നോക്ക്, അച്ചടിച്ചു വന്ന നിന്റെ പപ്പയുടെ കവിത. ചെണ്ടക്കാരനെ പറ്റിച്ച് ബൈ ലോപ്പസി. ചെണ്ടയിലുണ്ടേ ഭൂതത്താൻ, തണ്ടന്തടിയൻ ഭൂതത്താൻ, മണ്ട തുറന്നു വരും മുമ്പേ ഡുണ്ടും ഡുണ്ടും മടിച്ചോളൂ. നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഇതിന്റെ കോപ്പി മുഴുവൻ കല്യാണത്തിന് അന്ന് തന്നെ ഞാൻ കത്തിച്ചു കളഞ്ഞതല്ലേ. പിന്നെ ഇതിപ്പോ എവിടുന്ന് വന്നു? ഇങ്ങോട്ട് താ മനുഷ്യ. തരില്ല ഞാൻ. എന്റെ കയ്യിലുള്ള അവസാനത്തെ കോപ്പിയാ. ഒരു നിധി പോലെയാ ഞാനിത് സൂക്ഷിക്കുന്നത്. ഇങ്ങോട്ട് തരാൻ പറഞ്ഞ ഇനി എന്റെ കൊച്ചിനെ കൂടി തൊലിക്കാത്തതിന്റെ കാര്യമുള്ളൂ. ഒരു കവിത എഴുത്തുകാരൻ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ തന്നെ എടുത്തോ. നീ ഇങ്ങോട്ട് വാടാ. എങ്ങോട്ട്? ചുണ്ടി തന്തേ കണ്ട് പഠിക്കരുതെന്ന്. നടക്കങ്ങോട്ട്. മടിച്ചോളൂ. 8 മണിയാകുമ്പോ എല്ലാം കണക്കും.
പണ്ടാരടങ്ങ. ഓ ശവം. ലോപ്പസ് സി, ജയിലിലെ ഓർമ്മകൾ. വായിച്ചു കാണൂ. വായിച്ചല്ലേ? വായിച്ചു. ഞാനൊരു പോലീസുകാരനാണ്. എന്നാലും എൻ്റെ സാറേ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്ന് വെച്ചാ